ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. മാവേലിക്കര മാർത്തോമ യൂണിവേഴ്സിറ്റിയുടെ ജേർണി ടു ദ മേഞ്ചർ എന്ന പ്രസംഗ ധ്യാന പരമ്പരയുടെ ഭാഗമാകുവാൻ അടിയനും കഴിഞ്ഞതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഉത്സവമാണ് ക്രിസ്മസ്. കണ്ണഞ്ചുന്ന ആർഭാടവും മനം മയക്കുന്ന ആഘോഷവും ആഡംബരം തിരതള്ളുന്ന ചടങ്ങുകളും പ്രലോഭനം ചെയ്യുന്ന വിപണി വിസ്മയവും ദേവാലയ ശുശ്രൂഷകളിലെ പതിവ് ക്രമങ്ങളും ഇങ്ങനെ പല ഘടകങ്ങൾ ചേർന്നാണ് ക്രിസ്മസിനെ ഗംഭീരമാക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ക്രിസ്മസ്? ക്രിസ്മസിലൂടെ എന്ത് സന്ദേശമാണ് നമുക്ക് ലഭിക്കുന്നത്? രണ്ട് കാര്യങ്ങൾ പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, ലാളിത്യത്തിൻ്റെ ഉത്സവമാണ് ക്രിസ്മസ്. എന്താണ് ക്രിസ്മസ്, ലാളിത്യത്തിൻ്റെ ഉത്സവം എന്ന് പറയുന്നത്? അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 8-ാം അധ്യായം 9-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ കിഴക്കുന്ന വിദ്വാൻമാർ യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെ അന്വേഷിച്ച് ഹെരോദ രാജാവിന്റെ കൊട്ടാരത്തിൽ വന്നവനോട് യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന് ചോദിക്കുന്ന ചോദ്യം വളരെ ശ്രദ്ധേയമാണ്. രാജാവായി പിറക്കേണ്ടവൻ പിറന്നു വീഴുവാൻ ഇടമില്ലാതെ വഴിയമ്പലത്തിൽ അഭയം പ്രാപിച്ചു. കീറ്റുശീലയിൽ പൊതിയപ്പെട്ടവന്റെ തിരുജനനത്തിന്റെ ഉത്സവമാണ് ക്രിസ്തുമസ്. പശുത്തൊട്ടിയിൽ കിടന്നവന്റെ തിരുജനനത്തിന്റെ ഉത്സവമാണ് ക്രിസ്മസ്. തങ്കക്കട്ടിലുകൾ വെടിഞ്ഞവന്റെ തിരുജനനത്തിന്റെ ഉത്സവമാണ് ക്രിസ്മസ്. പ്രിയമുള്ളവരെ, ഓരോ ക്രിസ്മസും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ദരിദ്രനായി പിറന്നവന്റെ തിരുജനനത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ക്രിസ്മസ്. പ്രസിദ്ധമായ ഒരു ആരാധനാലയത്തിന്റെ പുറത്തെഴുതി വച്ചിരിക്കുന്ന ഒരു ബോർഡ് കണ്ടു: പ്ലേസ് യുവർ ചപ്പൽസ് ആൻഡ് ഈഗോസ് ഔട്ട്സൈഡ് ആൻഡ് കം ഇൻസൈഡ്. ദൈവം തന്ന ഭിക്ഷയാണ് നമ്മുടെ ജീവിതം എന്ന തിരിച്ചറിവോടെ നമ്മുടെ അഹന്തകൾ വെടിഞ്ഞ് ലാളിത്യത്തിന്റെ ഉത്സവമാണ് ക്രിസ്മസ് എന്ന് മനസ്സിലാക്കി ഓരോ ക്രിസ്മസും ആചരിക്കുവാൻ നമുക്ക് കഴിയട്ടെ. രണ്ടാമതായി, റാമയിലെ നിലവിളിയുടെ ഓർമ്മ പുതുക്കലാണ് ക്രിസ്മസ്. മണ്ണും വിണ്ണും ഒന്നായി ചേരുന്ന സുന്ദര നിമിഷമായി നാം ക്രിസ്മസ് കൊണ്ടാടുമ്പോൾ റാമയിലെ നിലവിളി നാം മറന്നു പോകരുത്. റാമ എന്നത് ഒരു ജനതയുടെ പൊള്ളുന്ന ഓർമ്മയുടെ ഇടമാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 17-ാം വാക്യത്തിൽ റാമയിൽ ഒരു ശബ്ദം കേട്ടു, കരച്ചിലും വലിയ നിലവിളിയും തന്നെ. ഹെരോദ രാജാവിന്റെ ഭരണകൂട ധ്വംസനത്തിനിരയായി തീർന്ന അനേകം പിഞ്ചു ബാല്യങ്ങളുടെ കരച്ചിലുകളും തങ്ങൾ നൊന്തുപെറ്റ കുഞ്ഞുങ്ങളെ നിഷ്കരണം കൊല്ലുന്നത് നിസ്സഹായതയോടെ നോക്കി നിൽക്കേണ്ടി വന്നതുമായ ഒരു പറ്റം അമ്മമാരുടെ കരച്ചിലുമാണ് നാം റാമയിൽ കേട്ടത്. പ്രിയമുള്ളവരെ, നിലവിളികൾക്കിടയിലെ തിരപ്പിറവിയാണ് ക്രിസ്തുമസ് എന്ന് നാം മറന്നുപോകരുത്. ഇന്നത്തെ സാഹചര്യങ്ങളും ഒട്ടും വിഭിന്നമല്ല. അനേകരുടെ പല ആവശ്യങ്ങൾക്കിടയിലുള്ള നിലവിളി നമുക്ക് ചുറ്റും മുഴങ്ങിക്കേൾക്കുമ്പോൾ ക്രിസ്മസിന്റെ ഉത്സവ ലഹരിയിൽ നമുക്ക് ചുറ്റും കേൾക്കുന്ന നിലവിളി നാം കേൾക്കാതെ പോകരുത്. മൂന്നാമതായി, കൂടെ പാർക്കുന്നവന്റെ തിരുജനനത്തിന്റെ ഉത്സവമാണ് ക്രിസ്മസ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 22-ാം വാക്യത്തിൽ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും. നാം ഏകരല്ല എന്ന വലിയ ഉറപ്പാണ് ക്രിസ്മസിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നാം അനുഭവിക്കുന്ന ഏറ്റവും വലിയ വ്യഥ ഏകാന്തതയും അരക്ഷിതാവസ്ഥയുമാണ്. എവിടെയും ആൾക്കൂട്ടത്തെ കാണാം, എന്നാൽ ഒറ്റപ്പെടൽ ഏറെയാണ്. തിരക്കുള്ള ലോകത്ത് ഒറ്റപ്പെട്ടുപോയ ബാല്യങ്ങൾ, വഴിതെറ്റിയുയരുന്ന കൗമാരക്കാർ, കുടുംബ ശൈഥല്യങ്ങൾ മൂലം ഒറ്റപ്പെട്ടവർ, ഏകാന്തതയിലും നിസ്സഹായതയിലും കഴിയുന്ന വാർദ്ധക്യ മാതാപിതാക്കൾ, അങ്ങനെയുള്ള ലോകത്ത് ക്രിസ്തുവിന്റെ തിരുജനനം നമുക്ക് നൽകുന്ന വാഗ്ദത്തത്തിന്റെ ശക്തിയാണ് ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല എന്ന ഉറപ്പാണ് ഓരോ ക്രിസ്മസും നമുക്ക് തരുന്ന മഹാസന്ദേശം. ഓരോ ക്രിസ്മസിലൂടെയും
മുന്നോട്ട് പ്രയാണം ചെയ്യുവാനുള്ള പ്രതീക്ഷയുടെ നക്ഷത്ര വെളിച്ചമാണ് പകർന്നു നൽകുന്നത്. പ്രിയമുള്ളവരെ, ലാളിത്യത്തിൻ്റെ ഉത്സവമായി, നിലവിളികൾക്കിടയിലെ തിരുജനനത്തിൻ്റെ ഓർമ്മ പുതുക്കലായി, കൂടെ പാർക്കുന്നവൻ്റെ തിരുജനനത്തിൻ്റെ ഉത്സവമായി ഒരു ക്രിസ്മസ് കൂടെ നമുക്ക് ആചരിക്കാം. ഏവർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.